കേരളത്തിന് പുറമെ ആന ഔദ്യോഗിക മൃഗമായ സംസ്ഥാനങ്ങളേവ ജാർഖണ്ഡ്, കർണാടക. ഏത് സസ്തിനി കുടുംബത്തിലെ ജീവിയാണ് ആന? പ്രൊബോസീഡിയ. നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി ഏത്? ആന. 4 കാൽമുട്ടുകളും ഒരുപോലെ മടക്കാൻ കഴിയുന്ന ജീവി ഏത്? ആന. ജ്ഞാനത്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്ന ജീവി ഏത്? ആന. ആനകളുടെ ശരാശരി ആയുസ് 50 മുതൽ 70 വയസ്സ്. കൊമ്പില്ലാത്ത ആണാനകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൊഴയാനകൾ. ഏഷ്യൻ പിടിയാനകളുടെ ശരാശരി ഭാരം എത്ര? 2.5 ടൺ മുതൽ 3.5 ടൺ വരെ. ഏഷ്യൻ കൊമ്പനാനകളുടെ ശരാശരി ഭാരം എത്ര? 3.5 ടൺ മുതൽ 5 ടൺ വരെ. ഏത് ജീവിയുടെ മുൻകാലിൻ്റെ ചുറ്റളവ് കൊണ്ടാണ് ഉയരം കണ്ടുപിടിക്കാനാവുക? ആനയുടെ. ഏത് ജീവിയുടെ ചെവിയുടെ മടക്കനുസരിച്ചാണ് പ്രായം കണക്കാക്കാൻ കഴിയുക? ആനയുടെ. ആനയുടെ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കും? 200 to 225 ലിറ്റർ വരെ. തുമ്പിക്കൈയിൽ എത്ര ലിറ്റർ വരെ വെള്ളമാണ് ആന സാധാരണ എടുക്കുക? 7 ലിറ്റർ വരെ. ആനയുടെ ശരീര താപനില എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ്. ആനകളുടെ അടുത്ത ബന്ധുക്കളായി കരുതിപ്പോരുന്ന ജീവികളേവ? കടൽ പശുക്കൾ. ഏറ്റവും നീണ്ട ഗർഭകാലമുള്ള കരയിലെ ജീവിയാണ് ആന. ആനയുടെ ഗർഭകാലം 22 മാസത്തോളം. ആനകളുടെ 2 വകഭേദങ്ങൾ ഏതെല്ലാം? ആഫ്രിക്കൻ, ഏഷ്യൻ ആനകൾ. കരയിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആഫ്രിക്കൻ ആന. ഏഷ്യൻ ആനകളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ്. ആനകൾ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ശരീരത്തിലെ താപനില നിയന്ത്രിക്കാൻ. കരയിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ്? ആന. ചാടാൻ കഴിയാത്ത ജീവികൾക്ക് ഉദാഹരണമാണ് ആന. ഇന്ത്യൻ റെയിൽവേയുടെ ചിഹ്നം ബോലു എന്ന ആനക്കുട്ടി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം അപ്പു എന്ന ആനക്കുട്ടി. പുരാണങ്ങൾ പ്രകാരം ഇന്ദ്രൻ്റെ വാഹനം ഐരാവതം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ കോടനാട്. തിരുവനന്തപുരം ജില്ലയിലുള്ള ആനകളുടെ പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. കേരള സർക്കാരിൻ്റെ മുദ്രകളിൽ കാണപ്പെടുന്നത് ഏത് ജീവിയുടെ ചിത്രമാണ്? ആനയുടെ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷം 2010 ഒക്ടോബർ. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം തായ്ലാൻഡ്. ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ലാവോസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യം ആഫ്രിക്കയിലെ ടാൻസാനിയ. ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ആനകളുടെ സംരക്ഷണാർത്ഥം 1992 തുടങ്ങിയ പദ്ധതി പ്രൊജക്റ്റ് എലഫന്റ്. ആനയുടെ ചികിത്സാർത്ഥമുള്ള ഹസ്ത്യായുർവേദം അഥവാ പാലകാപ്യം എന്ന ഗ്രന്ഥം രചിച്ചതാര്? പാലകാപ്യ മുനി. ഏത് മൃഗത്തിന്റെ ചികിത്സാക്രമമാണ് മാതംഗലീല എന്ന ഗ്രന്ഥം വിവരിക്കുന്നത്? ആനയുടെ. മാതംഗലീല എന്ന സംസ്കൃത ഗ്രന്ഥം രചിച്ചത് തിരുമാംഗലത്ത് നീലകണ്ഠൻ. ആനയുടെ ആമാശയത്തിന് ഒരു അറയേ ഉള്ളൂ. ആനകൾക്ക് ഇല്ലാത്ത ഒരു പ്രധാന അവയവം പിത്തസഞ്ചി. പ്രായപൂർത്തിയായ ഒരു ആന ദിവസേന 140 മുതൽ 270 കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കും. കാട്ടാനകളെ മെരുക്കാൻ പ്രത്യേക പരിശീലനം നേടിയ നാട്ടാനകൾ താപ്പാന. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നമാണ് ആന. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട പണ്ഡിത സദസ്സ് ഏത് രാജാവിൻ്റേതായിരുന്നു? കൃഷ്ണദേവരായർ. കേരളത്തിലെ എലഫന്റ് റിസർവുകൾ ഏവ? പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട്. ലോകചരിത്രത്തിലെ ഏത് യുദ്ധനായകന്റെ പ്രസിദ്ധമായ ആനയായിരുന്നു സുരൂസ്? ഹാനിബാൾ. ഏതു രാജ്യത്തിന്റെ ഏകീകരണത്തിന് സഹായിച്ച ആനയാണ് കണ്ടൂല? ശ്രീലങ്ക. ഏതു മൃഗത്തെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് എരക്കെട്ട്? ആനയെ. കാട്ടാനകളുടെ കടന്നുകയറ്റം തടയാനുള്ള ജൈവവേലിയായി ഉപയോഗിച്ചിരുന്ന മുൾച്ചെടിയാണ് ഡയമണ്ട് ചോല. കേരളത്തിൽ